അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പല സെമസ്റ്ററുകളിലും യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളെ അനാവരണം ചെയ്ത അറൂബ ചാനൽ ഇന്ന് ഒന്നാം സെമസ്റ്റർ BA, B.Sc, അഫ്സലുൽ ഉലമ തുടങ്ങിയ കോഴ്സുകളിൽ അടുത്തു വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഏതെല്ലാം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ സെമസ്റ്ററുകളിൽ ഇതേപോലത്തെ വീഡിയോ ഇട്ടിട്ട് പല ആളുകൾക്കും ഫലപ്രദമായി എന്ന് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട് അവരുടെ സന്തോഷം. ഒന്നാം സെമസ്റ്ററിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് തയ്യാറാകുന്നത്. അവർക്ക് ധാരാളം ആധിയുണ്ടാകും, അങ്കലാപ്പുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വീഡിയോ വലിയ അളവിൽ സഹായകരമാകും എന്ന് അറൂബ വിശ്വസിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ലെവൽ ഡിഗ്രി അറബിക് ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സും ഏറ്റവും കൂടുതൽ വാച്ച് ഹവേഴ്സുമുള്ള ഒരു ചാനലാണ് ഇത് എന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഒന്നാം സെമസ്റ്ററിൽ കോമൺ സബ്ജക്റ്റായ അറബിക്കിൽ, അതായത് അജ്മൽ اللغة എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ വീഡിയോ. അജ്മൽ اللغة എന്ന അറബിക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 80-ൽ 80 മാർക്കും ലഭിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യമായി എസ്സേയിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ആ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളെയും അതേപോലെ ചോദ്യത്തിൻ്റെ സാധ്യതകളെയും പരിഗണിച്ചു കൊണ്ടാണ് ഇത്തരമൊരു വിലയിരുത്തൽ. എസ്സേയിലേക്ക് കടക്കുമ്പോൾ എല്ലാ വർഷവും ചോദിച്ച ചോദ്യങ്ങൾ ആദ്യമായിട്ട് ഒന്ന് പരിചയപ്പെടാം. طرائف അറബിയ ഈ കഴിഞ്ഞ 3 പരീക്ഷകളിലും അത് ചോദിച്ചിട്ടുണ്ട്, എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. യോമിയാത്ത് വലീദ് എന്ന പാഠത്തിൻ്റെ സമ്മറിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു മക്കാലയോ എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. النسر والقبرة എന്ന പാഠത്തിനും എല്ലാ വർഷവും മക്കാലയായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. തൻതഖിദ് എന്നത് 2 വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഈ 4 പാഠഭാഗങ്ങളാണ് എല്ലാ വർഷങ്ങളിലുമായി ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്. അതുകൊണ്ട് ഈ 4 പാഠങ്ങളുടെ ഒരു സമ്മറിയോ ഒരു മക്കാലയോ നിങ്ങൾ തയ്യാറായി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിൽ 20-ൽ 20 മാർക്കും ശേഖരിക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ആൻസറുകൾ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ നിങ്ങൾ പ്രവേശിക്കുന്നതോടുകൂടി അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത് ഷോർട്ട് എസ്സേസ് ആൻഡ് പാരഗ്രാഫ്. ഇതിൽ എന്തൊക്കെ വരും എന്നുള്ളതാണ്. അതായത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് ഈ തരത്തിൽ ചോദിക്കുന്നത്. സെക്ഷൻ ബിയിലായിരിക്കും ഇത് ചോദിക്കുക. ആദ്യം പറഞ്ഞത് എസ്സേ ടൈപ്പ് സെക്ഷൻ 3 ആണ് അല്ലെങ്കിൽ സി ആണ്, അതിലാണ് ആ ചോദ്യങ്ങൾ വരിക. അവിടെ 2 എണ്ണത്തിന് മാത്രമാണ് ഉത്തരം നൽകേണ്ടത്, 10 മാർക്ക് വീതം. എന്നാൽ ഷോർട്ട് എസ്സേസ് പാരഗ്രാഫിൽ അതിൽ 30 മാർക്ക് ലഭിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ കോവിഡ് സാഹചര്യമായതുകൊണ്ട് അത് സീലിംഗ് ആണ്. മാക്സിമം ഒരു കുട്ടിക്ക് എത്ര ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിയുമോ, അതായത് ബി സെക്ഷനിലും എ സെക്ഷനിലും മാക്സിമം ഒരു കുട്ടിക്ക് എത്ര ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിയുമോ അതിൽ പരമാവധി മാർക്കായ 30 മാർക്ക് ലഭിക്കുന്നതോടുകൂടി എഴുതുന്നതോടുകൂടി ആ 30 മാർക്കിനെയും ഉറപ്പിച്ചു നിർത്താൻ ഏതൊരു വിദ്യാർത്ഥിക്കും സാധിക്കും. ഇവിടെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ഏത് തരം ക്വസ്റ്റ്യനുകൾ വരും എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഓരോ വർഷത്തെയും കഴിഞ്ഞ 3 വർഷത്തെ വ്യത്യസ്ത ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചത് എങ്കിലും
അതിൻ്റെയൊക്കെ ഘടന ഒന്ന് തന്നെയാണ്. എന്തൊക്കെയാണ് ഘടന? മാച്ച് ദ ഫോളോയിങ്, വഫിക് ബൈനൽ കൗസൈനി. എ കോളത്തിലും ബി കോളത്തിലുമുള്ള സെൻറ്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുക എന്നാണ്. അതെല്ലാ വർഷവും ഇത്തരം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു വരുന്നത് മേക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം ദ സെൻറ്റൻസ്. കുറേ സെൻറ്റൻസ് കൊടുക്കും, അതിൽ നിന്ന് ചോദ്യം തയ്യാറാക്കുക. അത് ഏത് ക്വസ്റ്റ്യനാണ് എന്ന് പ്രത്യേകം പറയാൻ പറ്റില്ല, കാരണം പുസ്തകത്തിൽ നിന്ന് നീണ്ടു കിടക്കുന്ന ആ പുസ്തകത്തിൽ നിന്ന് എവിടെയും ചോദിക്കാം. ഓരോ വർഷവും വ്യത്യസ്ത ചോദ്യങ്ങളാണ് ചോദിച്ചത്. എങ്കിലും ഈ ഘടന, ഈ രീതി, ഈ ക്വസ്റ്റ്യൻ്റെ സ്വഭാവം എല്ലാ പരീക്ഷയും ചോദിച്ചിട്ടുണ്ട്. ചോദ്യം തയ്യാറാക്കുക, സെൻറ്റൻസ് തരും, ആ സെൻറ്റൻസിന് ചോദ്യത്തിന് ഒരു ഉത്തരമാണ്, അതിനൊരു ചോദ്യം തയ്യാറാക്കുക എന്നതാണ്. മൂന്നാമത് എല്ലാ വർഷവും ചോദിച്ച ഒന്നാണ് പാരഗ്രാഫ്, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിച്ചത് ട്രാൻസ്ലേഷനാണ്. 5 സെൻറ്റൻസുകളുടെ ഇംഗ്ലീഷ് തരും, അതിൻ്റെ അറബി വിവർത്തനം എഴുതുക. ഒറ്റ ക്വസ്റ്റ്യനിൽ 5 സെൻറ്റൻസ് ഉണ്ടാവും. 5നെ നമ്പർ ചെയ്ത് 5 അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. അതേപോലെ അറബി തന്നിട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാനും തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. അതും ഓരോ പരീക്ഷയ്ക്കും 2 തരവും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിഭാഗത്തിൽ നമുക്ക് സ്ഥിരമായി വന്ന ക്വസ്റ്റ്യനുകൾ ഈ 3 വർഷവും ആവർത്തിച്ച് വന്നത് സംഭാഷണം കുറച്ച് കൊടുക്കുകയും അടുത്ത ലൈന് പൂരിപ്പിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. അതായത് സംഭാഷണത്തിൻ്റെ ഭാഗിക ഭാഗങ്ങൾ തന്ന് അത് പൂരിപ്പിക്കാനായിരിക്കും. അത് നമ്മൾ പൂരിപ്പിക്കുക. ഉദാഹരണത്തിന് അസ്സലാമു അലൈക്കും എന്നാൽ വ അലൈക്കും അസ്സലാം എന്നാണ് അതിനെ പൂരിപ്പിക്കേണ്ടത്. അന ബിഖൈർ അൽഹംദുലില്ല എന്നാണ് അവിടെ കൊടുത്തതെങ്കിൽ അതിൻ്റെ മുമ്പ് പൂരിപ്പിക്കേണ്ടത് കൈഫ ഹാലുക്ക എന്നാണ്. ഇങ്ങനെ ആ അവിടുത്തെ സെൻറ്റൻസിനനുസരിച്ച് സംഭാഷണത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളുടെ വാക്കുകൾ പൂരിപ്പിക്കുകയാണ്. ഇത് എല്ലാ വർഷവും ആവർത്തിച്ചതാണ്. ഈ 4 വിഭാഗം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 30 മാർക്കാണ് ഇതിൽ മാക്സിമം. ആ 30ഉം നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ കഴിയും. ഇനി സെക്ഷൻ എയിൽ, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ എയിൽ ചോദിക്കുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 മാർക്കായി ചോദിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് 3 മാർക്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി 10 ഏതെങ്കിലും ഒരു 10 എണ്ണത്തിന് ഉത്തരം നൽകുക എന്ന് പറയും. എന്നാൽ 10-ലധികം ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാവുന്നതാണ്. നിങ്ങൾ എത്ര ഉത്തരം നൽകിയാലും, നിങ്ങൾക്ക് 40-60 മാർക്കിന് നിങ്ങൾ ഉത്തരം നൽകിയാലും നിങ്ങൾക്ക് മാക്സിമം ഒരു 30 റൗണ്ട് ചെയ്ത് നൽകും. അതാണ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന ചില പാഠങ്ങളുടെ പിന്നാമ്പുറമുള്ള ക്വസ്റ്റ്യനുകളുണ്ട് ആവർത്തിച്ച് വന്നത്. അത് ഞാൻ വിശദീകരിക്കാം. 1. അയിന ലാക്കത്ത് നസ്ർ വൽ കുബ്ര. കുബ്രത്തും സ്കൈലാർക്കും പരുന്തും ഈഗിളും എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് എന്ന് കഴിഞ്ഞ 2 വർഷം സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മൻകാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആരായിരുന്നു എന്ന് യോമിയാത്ത് വലീദ് എന്ന പാഠത്തിലെ ഒരു ചോദ്യമാണ്. അത് 2 വർഷം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷങ്ങളിലും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ആരാണ് നിശ്ചിത പാഠം തയ്യാറാക്കിയത്? മൻ കതബ ഉഹിബ്ബുക അക്സർ, മൻ കതബ യാ അഖി അൽ ഇൻസാൻ തുടങ്ങിയ ഇതേപോലത്തെ ഒരു പാഠത്തെ പേര് കൊടുത്തിട്ട് ആ പാഠം ആര് എഴുതിയതാണ് എന്നുള്ള ചോദ്യം മാറി മാറി എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ലാ തൻതക്കിദ് എന്നുള്ള പാഠം തയ്യാറാക്കിയ ആളെക്കുറിച്ച് അത് ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ചോദിക്കാൻ പറ്റുന്ന മറ്റു പാഠങ്ങളാണ് ലാ തൻതക്കിദ് പോലെ മുമ്പ് ചോദിച്ചിട്ടില്ലെങ്കിലും അന്നസ്ർ വൽ കുബ്രത്ത് ആരെഴുതി, യോമിയാത്ത് വലീദ് ആരെഴുതി എന്നുള്ള. അതേപോലെ എല്ലാ വർഷവും ചോദിക്കുന്നതാണ് طرائف അറബിയ എന്ന പാഠത്തിലെ സന്ദർഭങ്ങൾ. طرائف അറബിയ എന്ന പാഠത്തിൻ്റെ പിന്നാമ്പുറം കുറേ സന്ദർഭങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാര് ആരോട് പറഞ്ഞു എന്ന്. ബയ്യിനിസിയാക്ക്, സന്ദർഭം വിവരിക്കുക. അത് മാറി മാറിയാണ് ഓരോ വർഷവും ചോദിച്ചത്. അതിലൊരു 4-5 സന്ദർഭങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം പഠിച്ചു വെച്ചാൽ ആ ഭാഗത്തെ മാർക്ക് നമുക്ക് ഉറപ്പിച്ച് നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ എല്ലാ വർഷവും സെക്ഷൻ എയിൽ ചോദിച്ചതാണ് മുഅന്നസിനെ മുദക്കറാക്കുക. ഒരു സെൻറ്റൻസിലെ മുഅന്നസിനെ മുദക്കറാക്കുക, അതേപോലെ മുദക്കറിനെ മുഅന്നസാക്കുക എന്ന് ഇങ്ങനെ മാറി മാറി, അല്ലെങ്കിൽ ഓരോ പരീക്ഷയിലും 2ഉം ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇംഗ്ലീഷ് പദങ്ങൾ തരും, അതിൻ്റെ അറബി എഴുതുക. ഒറ്റപ്പദം
ഒന്നോ രണ്ടോ പദങ്ങൾ തരും, അതിൻ്റെ അറബി എഴുതുക. അറബി പദം തരും, അതിൻ്റെ ഇംഗ്ലീഷ് എഴുതുക. ഇത് 3 വർഷവും കഴിഞ്ഞ 3 വർഷവും ചോദിച്ച ഒരു രീതിയാണ്. ഈ വർഷവും ഇനിയുള്ള വർഷങ്ങളിലും അത് തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചില വർഷങ്ങളിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഡിസോർഡറായിട്ട് പദങ്ങൾ കൊടുക്കുകയും അതിനെ ഓർഡർ ചെയ്യാനും വേണ്ടി റത്തിബിൽ കലിമാത്തിൽ ആത്തിയ താഴെ കൊടുത്ത പദങ്ങളെ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ പാഠത്തിൻ്റെ ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാനുണ്ട്. അതിൻ്റെ ഉത്തരം അവിടെ ബ്രാക്കറ്റിൽ കൊടുക്കും, അത് തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. അതേപോലെ മുദക്കർ, മുഅന്നസ്, ജമ്മ്, പിന്നെ വിപരീത പദങ്ങൾ, പര്യായ പദങ്ങൾ തുടങ്ങിയവയൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് പാഠങ്ങളിലെ ഉത്തരങ്ങൾ പിന്നാമ്പുറമുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസറുകൾ നമ്മൾ കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസിയാണ്. 80-ൽ 80 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. എല്ലാ പാഠങ്ങളുടെയും ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയ നോട്ടുകൾ അറൂബയുടെ പക്കലുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആ നോട്ടുകൾ ലഭിക്കും. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വിദ്യാർത്ഥികളുടെ ഇഷ്ടത്തോയനായി മാറിയ അറൂബ ചാനലിനെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവർക്കും എത്തിച്ചു നൽകുക. താങ്ക് യു ഫോർ വാച്ചിങ്.